അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു സിമ്പിൾ വെജിറ്റബിൾ വെർമിസെല്ലി ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനായി ഒരു പാൻ എടുക്കുക, 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം, പട്ട ഗ്രാമ്പു ഏലക്കായ ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇവ അത്യാവശ്യത്തിന് വാടി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതും അത്യാവശ്യം ഒന്ന് വാടി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു തക്കാളി, ചെറിയ തക്കാളി മതി, അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. തക്കാളി അത്യാവശ്യം വഴറ്റി വന്നാൽ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മസാല വേവുന്ന വരെ ഇളക്കി കൊടുക്കാം. ശേഷം 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും 1 പൊട്ടാറ്റോ മീഡിയം സൈസിൽ ചെറുതായിട്ട് അരിഞ്ഞത് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമുളക്, മല്ലിയില ഇവയ്ക്ക് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി. മല്ലിയിലയും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇളക്കുന്ന സമയത്ത് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാം കേട്ടോ. ഞാൻ ബട്ടർ ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഉപ്പ് എത്ര ആവശ്യമുണ്ടോ അത് ഇട്ട് കൊടുക്കാം. നമ്മളിനി ഇവിടെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് വേറെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ്. ഇപ്പോൾ 2.5 കപ്പ് ആൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുള്ള വെർമിസെല്ലി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഈ സമയത്ത് 2.5 കപ്പിന് ഒരു 4 കപ്പ് വെള്ളം, തിളച്ച വെള്ളം തന്നെ വേണം. അപ്പോൾ അത് അപ്പുറത്ത് തിളപ്പിക്കാൻ വെച്ചിരുന്നു ഞാൻ. എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് അത്യാവശ്യം റോസ്റ്റ് ആകുമ്പോൾ ആ തിളച്ച വെള്ളം ഇതിലോട്ട് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ തിളപ്പിക്കുമ്പോൾ ഓൾറെഡി മെഷർ ചെയ്ത് 4 കപ്പാണ് കേട്ടോ തിളപ്പിക്കേണ്ടത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് അത്യാവശ്യം ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ വേണേൽ കേട്ടോ. അതുപോലെ ഇത്തിരി നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുത്തു. ആ സ്പൈസൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫ്ലേവർ. ഇപ്പോൾ ഒന്ന് അത്യാവശ്യത്തിന് തിളച്ചപ്പോൾ ഞാൻ ഇത് ലോ ഫ്ലെയിം ആക്കി. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചു. അതായത് ഏറ്റവും ലോ ആയിട്ടുള്ള ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ഇതൊരു ദമ്മിൽ കിടന്ന് മെല്ലെ മെല്ലെ വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം കുക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ അടി പിടിക്കാണ്ട് നല്ല ബിരിയാണി ആവും. നമ്മൾ റൈസ് കൊണ്ടൊക്കെ വെക്കുന്ന പോലെ ഇത് തമ്മിലുള്ള സ്റ്റിക്കി നേച്ചർ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ദമ്മിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി ആയിട്ട് മാറും. നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ദിവസമൊക്കെ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.